സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഓൾറെഡി നിങ്ങൾ 2 ലൈവ് കണ്ടു കഴിഞ്ഞു അല്ലെ, ഫിസിക്സിന്റെ സെഷൻസ്. അപ്പം ഇന്ന് നാളെയായിട്ട് നമ്മൾ കെമിസ്ട്രിയുടെ സെഷൻസ് ആണ് ഡീൽ ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മൊഡ്യൂൾ 6-ലും 8-ലുമായിട്ട് വരുന്ന കുറച്ച് തിയറി പാർട്ടാണ്. തിയറി പാർട്ട് എന്ന് പറയുമ്പോഴും ഇത് ആപ്ലിക്കേഷൻ ടൈപ്പ് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ലൈവിൽ ഷെയർ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് CFSE കാൽക്കുലേഷൻ, ടെട്രാഹൈഡ്രൽ സംയുക്തങ്ങളുടെയും ടെട്രാഹൈഡ്രൽ സംയുക്തങ്ങളുടെയും CFSE കാൽക്കുലേഷൻ. അതുപോലെ ഓർഗാനോ മെറ്റാലിക് സംയുക്തങ്ങളിൽ നിന്ന് മെറ്റൽ ബോണ്ടുകൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത്. അതുപോലെ മാർക്കോനിക്കോവ് നിയമവും ആന്റി മാർക്കോനിക്കോവ് നിയമവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് മാർക്കോനിക്കോവ് നിയമവും ആന്റി മാർക്കോനിക്കോവ് നിയമവും. പ്രെഡിക്റ്റ് പ്രോഡക്റ്റ് ടൈപ്പ് എന്നും പറഞ്ഞ് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഇത്തരത്തിലുള്ള പ്രെഡിക്റ്റ് പ്രോഡക്റ്റ് ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ബെൻസീന്റെ രാസപ്രവർത്തനങ്ങൾ, സാന്ദ്രതയുടെ ട്രെൻഡ്സുകൾ എങ്ങനെയാണ്, ബോയിലിംഗ് പോയിന്റുകൾ എങ്ങനെയാണ്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ കഴിഞ്ഞ ലൈവിന്റെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തോ? കഴിഞ്ഞ ലൈവിന്റെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ലൈവിലേക്ക് കടക്കാം. നിങ്ങളുടെ ഒരു ഇന്ററാക്ഷൻ കൂടെ വേണം കേട്ടോ. നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻസ് ആണ് എങ്കിൽ മൈക്ക് ഓൺ ചെയ്തൊക്കെ സംസാരിക്കാവുന്നതാണേ. നമുക്ക് CFSE കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കാൽക്കുലേഷൻ ആണ്. നിങ്ങൾക്ക് ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഉഭയസംയോജക സംയുക്തം തന്നിട്ട് ഇതിന്റെ CFSE കാണാനായിട്ട് ചോദിക്കും. അപ്പം ഞാനൊരു ഉദാഹരണം എഴുതാം. MnH2O 6 2+. ഇതിന്റെ CFSE കാണാനായിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമേ നോക്കേണ്ടത് ഇത് എത്തരത്തിലുള്ള ഒരു സംയുക്തമാണ്. ഒക്ടാഹീഡ്രൽ ആണോ, അതായത് കോർഡിനേഷൻ നമ്പർ 6 ആണോ, അതോ കോർഡിനേഷൻ നമ്പർ 4 ആണോ എന്ന് നോക്കുക. കോർഡിനേഷൻ നമ്പർ 6 ആണ് എങ്കിൽ നിങ്ങൾക്കറിയാം മാംഗനസ് എന്ന് പറയുന്നത് ഒരു ഡി ബ്ലോക്ക് സംയുക്തമാണ്. അപ്പം ഇവിടെ മാംഗനസിന്റെ ഓക്സിഡേഷൻ സംഖ്യ ആദ്യമേ കാണുന്നു. Mn നമുക്ക് X എന്ന് എടുത്താൽ X+ 6 × വാട്ടർ ന്യൂട്രൽ മോളിക്യൂൾ ആണ്. സോ മൊത്തത്തിൽ +2. അപ്പോൾ മാംഗനസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പൊ മാംഗനസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അവന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് D5 ആണ്. അപ്പൊ ഈ D5 എങ്ങനെയാണ്, ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് CFSE കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അപ്പൊ ഇതാ ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അതിൽ 5 ഓർബിറ്റൽ ഉണ്ട്. ആ 5 ഡി ഓർബിറ്റലിലായിട്ടും 1 2 3 4 5 ഇലക്ട്രോൺസും ഉണ്ട്. ഇതെന്ത് സംഭവിക്കും എന്നറിയാമോ? ഈ മാംഗനസിലെ 5 ഇലക്ട്രോൺസും അല്ലെങ്കിൽ ഈ 5 ഓർബിറ്റലും ലിഗാൻഡിന്റെ പ്രസൻസിൽ, ലിഗാൻഡിന്റെ എഫക്റ്റിൽ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. താഴേക്ക് 3 ഓർബിറ്റൽ താഴേക്കും വരും, അതിനെ T2G എന്നും മുകളിലേക്ക് 2 ഓർബിറ്റൽ EG എന്നും പറയുന്നു. ഓക്കെ, ഈ T2Gന്റെ വാല്യൂ എന്ന് പറയുന്നത് -0.4 ΔOയും പൊക്കത്തുള്ളതിന്റെ EG എടുത്ത് 0.6 ΔO ആണ്. താഴെ നെഗറ്റീവ്, മുകളിൽ പോസിറ്റീവ് എന്ന് ഓർക്കുക. ഇനി CFSE കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്. -0.4 × X + 0.6 × Y ഹോൾ × ΔO. X എന്ന് പറയുന്നത് T2Gയിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം. അതുപോലെ Y എന്ന് പറയുന്നത് EGയിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. ഇത്രയും കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇനി വീണ്ടും ഞാൻ പറയട്ടെ, മാംഗനസ് H2O എന്നതൊരു വീക്ക് ലിഗാൻഡ് ആണ്. അപ്പൊ വീക്ക് ലിഗാൻഡിന്റെ പ്രസൻസിൽ ഇവിടെ എങ്ങനെ ഇലക്ട്രോണിനെ അറേഞ്ച് ചെയ്യാം നോക്കാം. വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് ഈ 5 ഇലക്ട്രോണിൽ 1 2 3 ഓരോന്നോരോന്ന് കൊടുത്തിട്ട് നേരെ പൊക്കത്തേക്ക് അടുത്തതിലേക്ക് പോകും. 5 ഫിൽ ചെയ്യും. ഇത് വീക്ക് ഫീൽഡ് ആയതുകൊണ്ട്. അങ്ങനെയാകുമ്പോൾ CFSE എത്ര വരുമെന്ന് നോക്കാം. -0.4 × 3 +
0.6 into 2. That means 1.2 minus 1.2 എന്ന് വരും. ടോട്ടൽ 0 ആണ് നമ്മളുടെ ഇത് CFSC. 0 ഡെൽറ്റ ഒ ആണ് നമ്മുടെ CFSC എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 0 ഡെൽറ്റ ഒ ആണ് ഈ കോംപ്ലക്സിന്റെ CFSC. നേരെ മറിച്ച് MN CN6 4 മൈനസ്. ഓക്കെ, ഇവിടെ വാട്ടർ മാറി സയനൈഡ് ആണ് ലിഗാൻഡ് വന്നത്. സയനൈഡ് ഒരു സ്ട്രോങ് ലിഗാൻഡ് ആണ്. ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാന്ന് നോക്കാം. ഇവിടെ മാംഗനസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. കാരണം MnX സയനൈഡിന്റെ -1 6 into -1 equal 4 -4. That means X is equal to 6 - 4 +2 വരും. ഇപ്പൊ എന്തായി? 1 2 3 4 5. 1 2 3 4 5. ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് ആണ്. ആയതുകൊണ്ട് തന്നെ സ്പ്ലിറ്റിംഗ് T2G EG എന്ന് പറഞ്ഞു പോകുന്നു. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഓരോ ലിഗാൻഡിന്റെ ഓരോ ഇലക്ട്രോണിനെ ഞാൻ T2G കൊടുത്തു. ഇനി നാലാമത്തെ ആള് EGയിലേക്ക് പോകുമോ T2Gയിലേക്ക് വരുമോ എന്ന് ശ്രദ്ധിക്കണം. അതറിയണമെങ്കിൽ ലിഗാൻഡിനെ മനസ്സിലാക്കണം. സയനൈഡ് ഒരു ദുർബല ലിഗാൻഡ് അല്ല, നല്ല പ്രബലനായ ഒരു ലിഗാൻഡ് ആണ്. ആയതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ പെയറിംഗ് നടക്കും. ഇവിടെ തന്നെ ഇലക്ട്രോൺസിനെ അങ്ങ് കൊടുക്കും. മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ T2Gയിലും ഫില്ല് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ EGയിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ CFSC നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. CFS ഈക്വൽ -0.4 into 5 plus 0.6 into 0 into ഡെൽറ്റ ഒ. 5 എന്ന് പറയുന്നത് T2Gയിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണമാണ്. സോ -2.0 ഡെൽറ്റ ഒ ആണ് നമ്മളുടെ CFSC വാല്യൂ. ക്ലിയർ ആയോ? CFSC കണ്ടുപിടിക്കുന്ന ഭാഗം ക്ലിയർ ആയോ എല്ലാവർക്കും? ഫിസിക്സുകാർ ആരെങ്കിലും ഉണ്ടോ ഇതിൽ? അതെല്ലാം കെമിസ്ട്രിക്കാരാണോ? കെമിസ്ട്രിക്കാരാണോ എല്ലാം? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഒരു എക്സെപ്ഷണൽ കേസ് നോക്കാം. റുതീനിയം H2O 6 2+. ഇവിടെ നമ്മൾ CFSC കണ്ടുപിടിക്കുമ്പോൾ ഓർക്കുക, റുതീനിയം എന്ന് പറയുന്നത് മാംഗനസ് റുതീനിയം മാറ്റർ, പിന്നെ അയൺ വരുന്നത് അയൺ ഫിറോസ് എന്ന് നോക്കുക. ഫിറോസ് ഫെറസ് അയൺ റുതീനിയം ഓസ്മിയം. ഇത് ആക്ച്വലി D6S2 ഫാമിലി ആണ്. ഇത് 3D 4D 5D. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, 4Dയിലുള്ള ഒരു ലോഹമോ 5Dയിലുള്ള ഒരു ലോഹമോ ആണ് നമ്മളുടെ കേന്ദ്ര ആറ്റമായിട്ട് വരുന്നത് എങ്കിൽ അവൻ ഏത് ലിഗാൻഡിന്റെ കൂടെ വന്നാലും എന്താണ് ലോ സ്പിൻ കോംപ്ലക്സ് ആയിട്ട് പെയറിംഗ് നടക്കത്തക്ക രീതിയിലേ ആക്ട് ചെയ്യത്തുള്ളൂ. അതായത് റുതീനിയത്തിന്റെ കൂടെ, അതായത് ഒരു 4D മെറ്റലോ 5D മെറ്റലോ വന്നാൽ എല്ലാ ലിഗാൻഡ്സും സ്ട്രോങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഓർക്കാം. നമുക്ക് CFSC സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നോക്കാം. അപ്പം അയൺ ഫാമിലി ആണ്, സോ D6 ആണ്. അയൺ ആണ് D6S2, റുതീനിയം 2+ അയൺ D6 ആണ്. അപ്പൊ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 1 2 3 4 5 6. 1 2 3 T2G 1 2 EG. എന്ത് സംഭവിക്കും? ഈ റുതീനിയം ആയതുകൊണ്ട് ഇവനൊരു 4D എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ വാട്ടർ ഇവിടെ സ്ട്രോങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്തോളൂ. വീക്ക് ആയിട്ട് ദുർബല ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യില്ല. സോ T2Gയിൽ തന്നെ ഈ പറഞ്ഞ ഇലക്ട്രോൺസ് നമ്മൾ 1 2 3 4 5 6 സോ CFSC എന്ന് പറയുന്നത് CFSC കാൽക്കുലേറ്റ് ചെയ്ത് പറയാമോ? CFSC ഒന്ന് നിനുഷ സാജൻ കാൽക്കുലേറ്റ് ചെയ്ത് പറയാമോ? നിനുഷ.
പറയാനേ, ഡെൽറ്റ ഒ അല്ലെ. അതായത് 6 ഇൻറ്റു -6 × 0.4 that is -2.4 ഡെൽറ്റ ഒ. ഒരു കാര്യം നമ്മൾ പഠിച്ചു. അപ്പോൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ 2 കാര്യങ്ങളാണ് പഠിച്ചത്. എങ്ങനെ CFC കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ 4D എലമെന്റോ 5D എലമെന്റോ വന്നാൽ എങ്ങനെ വേണം നിങ്ങളത് ചെയ്യാനായിട്ട് എന്നുള്ളതും കൂടെ ഓർക്കുക. 4D എലമെന്റ് വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ലിഗാൻഡുകളെ സ്ട്രോങ് ലിഗാൻഡായിട്ട് തന്നെ കൺസിഡർ ചെയ്യാനായിട്ട്. ഇനി അടുത്തത് ടെട്രാഹെഡ്രൽ സംയുക്തങ്ങൾ. ടെട്രാഹെഡ്രൽ സംയുക്തങ്ങളിൽ എങ്ങനെയാണ് CFSC കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കുക. CFSC ഓഫ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ്. അപ്പൊ അത് ഞാൻ ഇക്വേഷൻ പറയത്തുള്ളൂ. ഇതുപോലെ റാൻഡം ആയിട്ട് ഒരാളെ വിളിക്കും, നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ. ടെട്രാഹെഡ്രലിന് ജസ്റ്റ് ഒക്ടാഹെഡ്രലിന്റെ ഓപ്പോസിറ്റ് ആണ്. 5d ഓർബിറ്റൽ ഉണ്ട്. അത് സ്പ്ലിറ്റ് ചെയ്യുന്നത് താഴേക്ക് 2e. ഇതിന് സിമട്രി ഇല്ലാത്തത് കൊണ്ട് GM ജെറൈഡും അൺജെറൈഡും പറയില്ല. G എന്ന് പറയുന്നത് ജെറൈഡ് ആണ്. P എന്നും T2 എന്നുവേ പറയുള്ളൂ. ഇങ്ങനെയാണ് ടെട്രാഹെഡ്രൽ സ്പ്ലിറ്റ് ചെയ്യുന്നത്. താഴെ -0.6 ഡെൽറ്റ ടി, 0.4 ഡെൽറ്റ ടി എന്ന് വരും. നമ്മൾ CFSC കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.4 ഇൻറ്റു എക്സ് പ്ലസ് -0.6 ഇൻറ്റു വൈ എന്ന് പറയും. 0.6 ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയും. ജസ്റ്റ് റിവേഴ്സ് ആയി ഇക്വേഷൻ ജസ്റ്റ് റിവേഴ്സ് ആയിരിക്കുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കോംപ്ലക്സ് തരികയാണ്. Ni CuCl4 2-. ഇതിന്റെ കോബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. D7 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ CFC ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. കാൽക്കുലേറ്റ് ചെയ്ത് പറയണേ. CFS നിശ്ചിതമാണ്. നിശ്ചിതം. പറയാമോ നിഷിത? പറയാമോ? 1 2 3 4 5 6 7 -2
കിട്ടിയോ? റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. സീൻ വീക്കാണ്. നമ്മൾ അങ്ങനെയല്ലേ പെയർ ചെയ്തത്? ആദ്യമേ ഓരോന്നോരോന്ന് കൊടുത്തു. ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7. ആദ്യമേ തന്നെ ഈല് കൊടുത്ത് പെയർ ചെയ്തില്ലല്ലോ നമ്മള്. നിങ്ങളൊന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയണേ. ഇങ്ങനെ കട്ട് ചെയ്താൽ എങ്ങനെയാ? CL വീക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഇയിൽ ഓരോന്ന് കൊടുത്തു, അതിനുശേഷം T2 കൊടുത്തു, എന്നിട്ട് മിച്ചം വന്നത് വീണ്ടും താഴെ ഇയിൽ കൊടുത്തോളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് മെസ്സേജ് ഇടുക. മനസ്സിലായി. ഓക്കെ. ഇത്തരത്തിലുള്ള CFC കാൽക്കുലേഷൻ നമുക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അത് എല്ലാവരും ഒന്ന് പഠിച്ചിട്ട് തന്നെ പോകുക. ഫിസിക്സുകാരുണ്ട് എങ്കിൽ ഫിസിക്സുകാരിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ. ഇനി അടുത്തത് ഓർഗാനോമെറ്റാലിക് സംയുക്തങ്ങൾ നമ്മുടെ അതേ സിലബസിൽ പറയുന്നുണ്ട്. ഓർഗാനോമെറ്റാലിക് സംയുക്തങ്ങളിൽ മെറ്റൽ ബോണ്ടുകൾ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. എത്ര മെറ്റൽ, ഒരു കോംപ്ലക്സ് ഇങ്ങോട്ട് തന്നിട്ട് എത്ര മെറ്റൽ ബോണ്ട് ഉണ്ട് എന്ന് ചോദിക്കാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. മെറ്റൽ ബോണ്ട് 18N മൈനസ് ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ ബൈ ഒരു ഉദാഹരണം MnCO10. ഇതിലെ N എന്ന് പറയുന്നത് നമ്മുടെ മെറ്റലുകളുടെ എണ്ണമാണ്. ഇവിടെ N എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമ്മളുടെ മൊത്തത്തിലുള്ള കോമ്പൗണ്ടിന്റെ മൊത്തത്തിലുള്ള ഇലക്ട്രോൺസിന്റെ കൗണ്ട് ആണ് നമ്മൾ നോക്കേണ്ടത്. അത് അറിയാമോ ആർക്കെങ്കിലും ചെയ്യാനായിട്ട്? CO ഓരോന്നും 2 ഇലക്ട്രോൺ വെച്ച് കൊടുക്കും. CO കാർബണൈൽ കോമ്പൗണ്ട് 2 എണ്ണം വെച്ച് കൊടുക്കും, 2 ഇലക്ട്രോൺ. അപ്പം 10 എണ്ണം ഉണ്ട്, അത് 20 എണ്ണം കൊടുക്കൂലേ? പിന്നെ എത്ര ഇലക്ട്രോൺ വരും? ഒരു മാഗ്നസ് G3S2 അല്ലേ? അപ്പൊ എത്ര ഇലക്ട്രോൺ വരും മാഗ്നസിന്റെ സൈഡിൽ നിന്ന്? 2 മാഗ്നസും 2 × 7 പ്ലസ് 40. ഇലക്ട്രോൺ വെച്ച് അതുകൊണ്ട് 10 × 2 20. സോ 14 പ്ലസ് 20 4ആണ് ടോട്ടൽ ബാലൻസ് ഇലക്ട്രോൺ. മെറ്റൽ ബോണ്ട് കണ്ടുപിടിക്കാനായിട്ട് 18 × 2 മൈനസ് 34 ബൈ 2 ദാറ്റ് ഈസ് 36 മൈനസ് 36 ബൈ 2 ദാറ്റ് ഈസ് 2/2. ഒരു മെറ്റൽ ബോണ്ടാണ് നമ്മളുടെ ഈ ഒരു MnCO10 എന്ന് പറഞ്ഞ ഓർഗാനിക് സംയുക്തത്തിൽ ഉള്ളത്. അടുത്തൊരു ഉദാഹരണം CO2
ദിവ്യ പറയൂ. between metal bondകളുടെ എണ്ണം എത്ര? ഒന്ന്. എല്ലാവർക്കും ഒന്നാണോ കിട്ടിയത്? എല്ലാവർക്കും ഒന്നാണോ കിട്ടിയത്? ഓക്കെ. അതായത് 18 ഇൻറ്റു കോബാൾട്ട് 2 2 മൈനസ് ടോട്ടൽ ബാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 7 9 ഇൻറ്റു 2 18. കോബാൾട്ട് 2 കൊണ്ട് ഒരു കോബാൾട്ടിൽ 9 ആണ്, 2 18 പ്ലസ് 8 ഇൻറ്റു 2 16 ഡിവൈഡ് ടു താഴെ മൈനസ് 34 ബൈ 2 1. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും പ്രതീക്ഷിക്കുക. അടുത്തത് മാർക്കോനിക്കോ റൂളും ആന്റി മാർക്കോനിക്കോ റൂളുമാണ്. CH3 CH double bond CH2 plus HBr. ഒരു addition reaction ആണ്. അതായത് HBr നമുക്ക് എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യാം? H plus Br minus ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ Br minus H എവിടേക്കാണ് ആഡ് ആവുന്നത് എന്നുള്ളതാണ് നമുക്ക് തീരുമാനിക്കേണ്ടത്. അതാണ് മാർക്കോനിക്കോ റൂൾ ഉപയോഗിക്കുന്നത്. 1 2 എന്ന് പറഞ്ഞ 2 കാർബൺ ഉണ്ട്, അവർക്ക് എവിടേക്കാണ് Br പോകുന്നത് എന്ന് തീരുമാനിക്കണം. അപ്പോൾ ആൽക്കീനിലേക്ക്, ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് നമ്മുടെ ഹൈഡ്രജൻ ഹാലൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇതിലേക്ക് അഡീഷൻ നടക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത്. HBr മാത്രമുണ്ട്, വേറെ റിയേജന്റ് ഒന്നുമില്ല എങ്കിൽ മാർക്കോനിക്കോ റൂളാണ് അത് തീരുമാനിക്കുന്നത്. മാർക്കോനിക്കോ റൂൾ പറയുന്നത് എന്താണ്? നെഗറ്റീവ് പാർട്ട്, അതായത് നമ്മുടെ റിയേജന്റിന്റെ നെഗറ്റീവ് പാർട്ട് ഇവിടെ അതെന്ന് പറയുന്നത് Br മൈനസ് ആണ്. ആ Br മൈനസ് ഏത് കാർബണിലാണോ, നമ്മൾ ഡബിൾ ബോണ്ടിന്റെ അപ്പുറം ഇപ്പുറം ഉള്ള കാർബണിൽ ഏത് കാർബണിലാണോ ഹൈഡ്രജൻ കുറവുള്ളത് അവിടേക്ക് കയറി പോകും. ഞാനിവിടെ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന 1ൽ ഒറ്റ ഹൈഡ്രജൻ, സെക്കൻഡ് കാർബണിൽ 2 ഹൈഡ്രജനും ഉണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് കാർബണിൽ ഹൈഡ്രജൻ കുറവായതുകൊണ്ട് Br മൈനസ് ആ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. അടുത്ത CH, അടുത്ത CH അറ്റാച്ച് ചെയ്യുന്നു. ഇതാണ് മാർക്കോനിക്കോ റൂൾ പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മാർക്കോനിക്കോ റൂൾ ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് ഇതേ HBr, പക്ഷേ ഒരു ഓക്സിജൻ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് റൂളാണ് പ്രോഡക്റ്റിനെ തീരുമാനിക്കുന്നത്. ആന്റി മാർക്കോനിക്കോ റൂൾ എന്ന് പറയും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ആന്റി മാർക്കോനിക്കോ റൂൾ വരണമെങ്കിൽ പെറോക്സൈഡ് ഉണ്ടാവണം. Br മൈനസ് ഏത് കാർബണിലാണോ ഹൈഡ്രജൻ കൂടുതലുള്ളത് ആ ഹൈഡ്രജൻ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടും. അതായത് ഫസ്റ്റ് കാർബണിൽ ഒറ്റ ഹൈഡ്രജൻ, സെക്കൻഡ് കാർബണിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇവിടെ പെറോക്സൈഡ് ഉള്ളതുകൊണ്ട് ഈ Br മൈനസ് സെക്കൻഡ് കാർബണിലേക്ക് ആഡ് ചെയ്യും. അതായത് CH3 CH2 CH Br. ആൽക്കീൻ പോലെ അല്ലെങ്കിൽ ആൽക്കീൻ ബ്രോമൈഡ് ആയിട്ട് മാറി. പക്ഷെ ആ അറ്റാക്കിങ് തീരുമാനിക്കുന്നത് ഈ നിയമമാണ്, മാർക്കോനിക്കോ നിയമവും ആന്റി മാർക്കോനിക്കോ നിയമവും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്, 1 bromopropane കറക്റ്റ്. ഓക്കെ ആണല്ലേ? ഓക്കെ. നമ്മുടെ കോർഡിനേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനത്തെയൊക്കെ പ്രൊഡിക്റ്റ് പ്രോഡക്റ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും, പ്രൊഡിക്റ്റ് പ്രോഡക്റ്റ്. പക്ഷെ നമുക്ക് ആ ട്രിക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് ഫിസിക്സുകാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ട്രിക്കും, ആ പെറോക്സൈഡ് വരുമ്പോൾ ഏത് റൂള്, പെറോക്സൈഡ് ഇല്ലാതെ HBr വരുമ്പോൾ ഏത് റൂള് എന്നും കൂടെ ഒന്ന്
അറിഞ്ഞിരുന്നാൽ മാത്രം മതിയാവും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ബെൻസീന്റെ റിയാക്ഷൻസ് പ്രെഡിക്റ്റർ പ്രോഡക്റ്റ് രൂപേണ ചോദിക്കാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ബെൻസീനിലേക്ക് HNO3 H2SO4 ആഡ് ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ നൈട്രേഷൻ എന്നാണ് പറയുന്നത്. കിട്ടുന്നത് നൈട്രോ ബെൻസീൻ ആണ്. നൈട്രോ ബെൻസീൻ ഇത് റിയേജന്റ് അറിയുക, നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് പറയും. അപ്പം ചോദിക്കാം, എന്താണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ? കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിന്റെയും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെയും മിശ്രിതത്തെയാണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് പറയുന്നത്. അല്ലാതെ നൈട്രിക് ആസിഡ് മാത്രമല്ല നൈട്രേറ്റിംഗ് മിക്സ്ചർ. അപ്പോൾ ബെൻസീനിലേക്ക് നൈട്രേറ്റിംഗ് മിശ്രിതം ആഡ് ചെയ്ത നൈട്രോ ബെൻസീൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതേ നൈട്രിക് ആസിഡിലേക്ക് ബെൻസീനിലേക്ക് ജസ്റ്റ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്താൽ ബെൻസീൻ സൾഫോണിക് ആസിഡ് ഉറപ്പായിട്ടും ഇവയുടെയൊക്കെ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എക്സാമിന് പേരായിരിക്കും പ്രെഡിക്റ്റർ പ്രോഡക്റ്റിന്റെ ഓപ്ഷൻ ആയിട്ട്. മാത്രമല്ല, ഫോർമുല മാത്രമല്ല, പേര് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും ആസിഡേഷനും ബെൻസീനിലേക്ക് CH3X എന്തെങ്കിലും ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്താൽ എന്തെങ്കിലും പ്രോസസ്സിൽ AlCl3 അൺഹൈഡ്രൈസ്ഡ് ആയിട്ടുള്ള അലുമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ ബെൻസീനിലേക്ക് ആൽക്കൈൽ ആൽക്കൈലേഷൻ ഇത് CH3X വരുമ്പോൾ CH3 ആണ് ആഡ് ചെയ്യുന്നത്. ബെൻസീനിലേക്ക് CH3 അതിന്റെ പേര് ടോളുവിൻ. അപ്പൊ ആൻസർ ടോളുവിൻ പറഞ്ഞു വരത്തുള്ളൂ. നമ്മൾ എന്താണ് ടോളുവിൻ എന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ടോളുവിൻ ആണ് കിട്ടുന്നത്. നേരെ മറിച്ച് ബെൻസീനിലേക്ക് CH3COCl അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ചെയ്താൽ COCH3 ഇത് പറയുന്നത് അസറ്റോഫിനോൺ. ഇതിന്റെ എല്ലാ പ്രോഡക്റ്റിന്റെയും ഫോർമുലയോടൊപ്പം നിങ്ങൾ പഠിക്കേണ്ടത് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഇനി അടുത്തത് ബെൻസീനിലേക്ക് ക്ലോറിൻ ഡാർക്കില്, അതായത് ലൈറ്റിന്റെ ആബ്സെൻസിൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്ന പേരാണ് ഹെക്സാക്ലോറോബെൻസീൻ. ഹെക്സാക്ലോറോബെൻസീൻ 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 എല്ലായിടത്തും ClCl വരും. ഹെക്സാക്ലോറോബെൻസീൻ ഹെക്സാക്ലോറോബെൻസീൻ അതുപോലെ യുവിയുടെ പ്രസൻസിൽ ബെൻസീനിലേക്ക് ക്ലോറിൻ ഡാർക്കിൽ നമുക്ക് ഹെക്സാക്ലോറോബെൻസീൻ യുവി പ്രകാശത്തിൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പെസ്റ്റിസൈഡ് ആണ്. ഇതിന് വിളിക്കുന്ന പേരാണ് ഗ്യാമാക്സിൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരം ചോദ്യം വരുന്നുണ്ട് ഗ്യാമാക്സിൻ. അതിന്റെ പേരറിയില്ല, ഫോർമുല അറിയില്ല. ഡബിൾ ബോണ്ട് ഒന്നും ഇല്ലാതെ സൈക്ലോഹെക്സൈനിൽ എല്ലായിടത്തും ക്ലോറിൻ കൊടുക്കുക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരം ചോദ്യമായിരുന്നു ഒരു കാലത്ത്. ബെൻസീൻ ഹെക്സാക്ലോറൈഡ് ഗ്യാമാക്സിൻ ഒരു പെസ്റ്റിസൈഡ് പറയണം. ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടൻസിൽ തന്നെ അത് പഠിച്ചു നോക്കണം. അടുത്തത്
ഓക്സിജനുമായി ഹീറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. അറിഞ്ഞിരിക്കുന്ന സ്ഥലമായിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള പ്രെഡിക്റ്റ് പ്രോഡക്റ്റ് റിയാക്ഷൻസ് ചോദിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ പ്രെഡിക്റ്റ് പ്രോഡക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓർഗാനിക് നമ്മുടെ സിലബസ് പ്രകാരമുള്ള എല്ലാ പ്രെഡിക്റ്റ് പ്രോഡക്റ്റും നമുക്ക് ഒരുപാട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ഇനിയും അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒന്ന് നിങ്ങൾ നോക്കി പോവുക. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ എല്ലാവർക്കും? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഒന്ന് റിയാക്ട് ചെയ്താൽ കൊള്ളായിരുന്നു. യൂസ്ഫുൾ ആണോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോ ആരെങ്കിലും ഫിസിക്സുകാരുണ്ടോ ഇതിനകത്ത്? ഫിസിക്സുകാരുണ്ടല്ലേ? ഓക്കെ, അനു ഫിസിക്സ് ആണ്. ഓക്കെ, അനുവിന് ക്ലിയർ ആണോ പറഞ്ഞ കെമിസ്ട്രി കാര്യങ്ങളൊക്കെ? ഓക്കെ, അടുത്തത് നമുക്ക് ഡെൻസിറ്റി, ഹൈഡ്രോകാർബണുകൾ ഡെൻസിറ്റി, അതും പ്രിൻസിപ്പിളാണ്. PSCയുടെ ഓർഡറുകൾ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. C3H7Cl, C3H7Br, C3H7iodine. വാങ്ങിച്ചിട്ട് ഒന്ന് ഫെമിലറൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അത്യാവശ്യം എലമെന്റുകളും അതൊന്ന് നിങ്ങൾ അവയർ ആവുന്നത് നല്ലതായിരിക്കും. ഇവിടെ തന്നിരിക്കുന്നത് C3H7 ക്ലോറിൻ, അതായത് ക്ലോറോപ്രൊപ്പൈൻ, ബ്രോമോപ്രൊപ്പൈൻ, അതുപോലെ തന്നെ ഹൈഡ്രോപ്രൊപ്പൈൻ ആണ്. അപ്പോ ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ആകെ വ്യത്യാസം ഹാലജൻസ് ആണ്. ഹാലജൻസ് ആണ് ഇങ്ങനെയാണ്: ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പോ ഡെൻസിറ്റി ഇപ്പൊ നമുക്ക് ആകെ ഹാലജൻസ് മാത്രമേ ഉള്ളൂ വ്യത്യാസമെങ്കിൽ ഡെൻസിറ്റി ഹാലജൻ ആറ്റത്തിന്റെ വെയിറ്റ് കൂടുന്നതനുസരിച്ച് എന്താണ് നമ്മളുടെ ഡെൻസിറ്റി കൂടുന്നതാണ്. ഓക്കെ, ഇവിടെ അയഡിൻ ആണ് ഏറ്റവും കൂടുതൽ. ഡൗൺ എ ഗ്രൂപ്പ് ഫ്ലൂറിൽ നിന്ന് അയഡിനിലേക്ക് വരുമ്പോൾ വെയിറ്റ് കൂടും, അറ്റോമിക് മാസ് കൂടും. സോ അതനുസരിച്ച് തന്നെ ഡെൻസിറ്റി കൂടും. ഏറ്റവും കുറവ് ക്ലോറിൻ ആണ്, അത് കഴിഞ്ഞ് ബ്രോമൈൻ വരുന്നത്, അത് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് C3H7 അയഡിൻ ആയിരിക്കും. ഇതേപോലെ തന്നെ CH2, Cl2, CH, Cl3, CCl4. ഇവിടെ എന്താ വ്യത്യാസം? ഹാലജൻസിന്റെ എണ്ണമാണ് വ്യത്യാസം. അപ്പോ ഡെൻസിറ്റി എങ്ങനെയാണെന്ന് അറിയാമോ? ഏറ്റവും കൂടുതൽ ഹാലജന്റെ എണ്ണം കൂടുതലുള്ള ഏത് സംയുക്തമാണോ അയാൾക്കായിരിക്കും ഡെൻസിറ്റി കൂടുതൽ. സോ CCl4 ആണ് ഏറ്റവും കൂടുതൽ, അതിനുശേഷം CHCl3, അതായത് നിങ്ങളുടെ ക്ലോറോഫോം, അത് കഴിഞ്ഞ് CH2, Cl4. ഇനി അതുപോലെ നമുക്ക് ബോയിലിംഗ് പോയിന്റിന്റെ ട്രെൻഡും ഒന്ന് നോക്കാം. അതിന് ഈ ഒരു സെറ്റ് കോമ്പൗണ്ട് PSCയുടെ പണ്ടത്തെ കെമിസ്ട്രി പരീക്ഷയിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരു ഏരിയ ആണ് ഈ ക്വസ്റ്റ്യൻ. ബോയിലിംഗ് പോയിന്റ്, ഇത് മൂന്നും ഐസോമറുകളാണ്. ഇത് 1, 2 പൊസിഷൻ, ഇത് 1, 2, 3 പൊസിഷൻ, 1, 4 പൊസിഷൻ. 2 പൊസിഷനിൽ വരുന്ന ഐസോമറിനെ ഓർത്തോ എന്നും 1, 3 വരുന്നതിനെ മെറ്റായും 1, 4 വരുന്നതിനെ പാര എന്നും നമുക്ക് വിളിക്കാം. ബോയിലിംഗ് പോയിന്റ് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇതിന്റെ വാല്യൂ കൂടെ ഞാൻ എഴുതിയേക്കാം. 453 ഡിഗ്രി, 450
ഏകദേശം സെയിം ആയിരിക്കും, എന്നാലും പാരാ ഐസോമറുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഹയർ ആയിട്ട് നമ്മളുടെ ബോയിലിംഗ് പോയിന്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് എന്താണ് സോറി മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് അല്ല മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിട്ട് വരുന്നത് പാരാ ഐസോമറുകൾക്കായിരിക്കും. 223, 249, 256. ദ്രവണാങ്കമാണ്, മെൽറ്റിംഗ് പോയിന്റ് ആണ്. ബോയിലിംഗ് പോയിന്റ് ഏകദേശം സിമിലർ ആയിരിക്കും, 453, 446, 440 ഏകദേശം ഒരേപോലെ വരുന്നു. പക്ഷേ മെൽറ്റിംഗ് പോയിന്റ് പാരാ ഐസോമറുകൾക്കായിരിക്കും കൂടുതൽ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന്റെ ഒരു സിമെട്രി കണ്ടോ, ഷേപ്പിലാണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ അത് കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യും ക്രിസ്റ്റൽ ലാറ്റിസുകളിൽ. അതുകൊണ്ടാണ് പാരാ ഐസോമറുകൾക്ക് കൂടുതൽ ബോയിലിംഗ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. നേരെ മറിച്ച് ഓർത്തോമെറ്റ പാരായ്ക്കുള്ള ബോയിലിംഗ് പോയിന്റ് ട്രെൻഡ് ഒരുപോലെ ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് നോക്കുക. ഇനി അതുപോലെ തന്നെ CH3, CH2, 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 Br, Br, അതുപോലെ തന്നെ CH3, CH2, CH, CH3, C, CH. ഇവിടെ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. ഏറ്റവും കൂടുതൽ ബ്രാഞ്ചിങ് ഇയാൾക്കാണ്, ഞാൻ ഈ നിൽക്കുന്ന കോമ്പൗണ്ടിനാണ് എന്ത് ബ്രാഞ്ചിങ് കൂടുതൽ, 2-ബ്രോമോ 2-മീഥൈൽ-പ്രൊപ്പൈൻ എന്ന് പറയും. അപ്പോൾ അവിടെ ബ്രാഞ്ചിങ് കൂടുതലായതുകൊണ്ട് അവനായിരിക്കും ഏറ്റവും കുറവ്, ഏകദേശം 346 ഡിഗ്രി. അതിനുശേഷം 364. പിന്നെ വരുന്നത് രണ്ടാമത്തെ ആളാണ്, ഒരു ബ്രാഞ്ച് 364 ഉണ്ട്. അതിനുശേഷം ഏറ്റവും കൂടുതൽ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് 375 വരും. ഇങ്ങനത്തെയൊക്കെയുള്ള ട്രെൻഡ് സെറ്റേഴ്സ് ആയിട്ടുള്ള, അതായത് ട്രെൻഡ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ലാസ്റ്റ് പാർട്ട്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഒരു റിയാക്ഷൻ ഇങ്ങനെ തന്നിട്ട് ഇത് എന്ത് തരം രാസപ്രവർത്തനമാണ്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ, അഡീഷൻ ആണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ആൽക്കൈൽ ഹാലൈഡായ RSലെ എക്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ന്യൂക്ലിയോഫൈൽ നെഗറ്റീവ് ചാർജ് ഉള്ള സംയുക്തങ്ങളായിരിക്കും. ഓക്കെ, അത്തരത്തിലുള്ള കോമ്പൗണ്ടിനെ നമുക്ക് റിയാക്ഷനെ നമുക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. RSലേക്ക് KOH ആണെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് മാറ്റിയൊക്കെ OH വരും, അതായത് ആൽക്കഹോൾ വരും. ഇതായിരുന്നു ലാസ്റ്റ് എക്സൈൽ ചോദിച്ചത്. ഈ ഒരു റിയാക്ഷൻ തന്നിട്ട് CH3Br പ്ലസ് KOH CH3OH എന്ന് പറഞ്ഞാണ് തന്നത്. ഇത് ഏത് തരം റിയാക്ഷൻ ആണ്, അതായത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ തന്നെ ഈ RSലേക്ക് ജസ്റ്റ് വാട്ടർ ആഡ് ചെയ്താലും വാട്ടറിലുള്ള OH റീപ്ലേസ് ചെയ്ത് OH നമുക്ക് തരും. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അടുത്തത് RS പ്ലസ് NH3. എന്തായിരിക്കും കിട്ടുന്ന പ്രോഡക്റ്റ്? ഒന്ന് പ്രിന്റ് ചെയ്യാമോ? ആർക്കെങ്കിലും ഒന്ന് പ്രിന്റ് ചെയ്യാമോ? ഒരു വോയിസ് ബ്രേക്ക് ഉണ്ടോ? ഒന്നായിരുന്നു മൈക്ക് ഓൺ പറയണേ, എനിക്ക്
വോയിസ് ബ്രേക്ക് ഉണ്ടോ? ഉണ്ട് മിസ്. ഇഷിത പറയുമ്പോൾ എനിക്ക് വോയിസ് ക്ലിയർ ആവില്ല. ഇപ്പോഴോ? ഇപ്പോഴാണ് ഇഷിത? ഇടക്ക് ബ്രേക്ക് ആവുകയാണ് മിസ്. ഈ വൈഫൈ ഇഷ്യൂ ആണോ അറിയില്ല, മഴയുണ്ട്. RX പ്ലസ് അമോണിയം ട്രീറ്റ് എക്സ്ട്രീം മാറ്റി റീപ്ലേസ് ചെയ്യും എന്ന് പറയുന്ന പേര്. ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RX പ്ലസ് റിയാക്ഷൻസിൽ വരുന്നതാണ്. പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലാസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് അറിഞ്ഞിരിക്കുക, എങ്ങനെയാണ് അത് തിരിച്ചറിയാതിരിക്കുക. അപ്പൊ ഇതേ സ്ഥാനത്ത് ഇ പ്ലസ് ഒരു പ്ലസ് കോമ്പൗണ്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയി. ഓക്കെ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട്
ക്വസ്റ്റ്യൻസ് നാളെ നിങ്ങൾ ചെയ്തുകൊണ്ട് വരാം. സ്ക്രീൻ കാണാമോ ക്വസ്റ്റ്യൻസ്? കാണാമോ? എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. എഴുതിയെടുത്തോ? നാളെ ചെയ്തു വരാം. നാളെ കഴിയുമ്പോൾ നിങ്ങൾ ഞാൻ ആൻസേഴ്സ് പറയുന്നതായിരിക്കും. പിന്നെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ് ആണ്. എല്ലാവരും കൃത്യമായിട്ട് തന്നെ ചെയ്തുകൊണ്ട് വരിക. യൂസ്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷൻ. ഇപ്പോഴും കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കാമോ? കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നാളത്തെ ലൈനിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വരാം. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി മൊഡ്യൂളിൽ ഇതുപോലത്തെ ഇങ്ങനത്തെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതായിരിക്കും യൂസ്ഫുൾ. തിയറി പറയുന്നതിനേക്കാളും ഉപരി അല്ലേ? അല്ലേ എല്ലാവരും? നമുക്ക്